നീ കാണിച്ചു തന്നാൽ 1 കോടി രൂപ നിനക്ക് ഞാൻ തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള നുണയ മുന്നണി അഥവാ KNM-ഉം കുരുവട്ടൂരികളും അണ്ടിപോയ അണ്ണാന്റെ രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുൻകൂട്ടി തന്നെ കൊപ്പത്ത് സംവാദം നടക്കരുതെന്ന് വിചാരിച്ച വഹാബികൾ വ്യവസ്ഥ എഴുതാൻ വരികയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യവസ്ഥ ലംഘിക്കുകയുമാണ് വഹാബികൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സംവാദം അവിടെ നടക്കാതെ പോയത്. എന്നാൽ കേരള നുണയ മുന്നണിയായ KNM-ഉം കുരുവട്ടൂരി നൗഷാദും കൂടി കളവ് പറഞ്ഞ് ആഘോഷിക്കുകയായിരുന്നു. ആ ആഘോഷത്തിന് ഇന്ന് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, കുരുവട്ടൂരികൾ തന്നെ കുരുവട്ടൂരി നൗഷാദിന്റെ ശവമടക്കം കഴിച്ചിരിക്കുന്നു. വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തേണ്ടതുണ്ട്. സാധാരണ ഞാനിത് പറയാറില്ല, പക്ഷേ കുരുവട്ടൂരികളും കേരള നുണയ മുന്നണിയായ KNM-ഉം കളിച്ചു കൂട്ടിയ നാടകങ്ങൾ ജനങ്ങളൊന്നറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നിങ്ങളോട് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. കൊപ്പത്ത് നടക്കേണ്ടിയിരുന്ന സംവാദം നടക്കാതെ പോയതിന് ഉത്തരവാദി പൂർണ്ണമായും വഹാബികൾ തന്നെയാണ്. പക്ഷേ അവരും കുരുവട്ടൂരികളും വ്യാജമായ പ്രചരണം നടത്തി ഏപ്പിക്കാരെ മൂലക്കിരുത്തി കളയാം എന്ന ധാരണ തെറ്റിപ്പോയി. എന്താണ് കൊപ്പത്ത് നടന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നാണ് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ മരണപ്പെട്ടുപോയ മഹാന്മാരോട് അടിമകളാണെന്ന നിലക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്ന നിലക്ക് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്നാണ് സുന്നികൾ എഴുതിയിട്ടുള്ളത്. ആ വാദം തന്നെ ലംഘിക്കാനുള്ള തീരുമാനമാണ് വഹാബി പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പിന്നെ ഞമ്മക്ക് കുറെ കണ്ടെടുത്തിട്ട് പറയണമെന്ന് എന്തെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ അവസ്ഥ തൂറിയിട്ട് പോലും ചന്തയ്ക്കാത്ത നിസ്കരിക്കാത്ത ആൾക്കാർ ചന്തയ്ക്ക് ഇടുന്നത്, അതിനൊക്കെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടും കണ്ട് അതിനൊക്കെ ഇനി വിളിച്ച് തേടുന്നതിന്റെ പ്രകാരം പോയി. ഇങ്ങോട്ട് അതിനൊക്കെ തെളിവ് പറയാന് ഇങ്ങൊക്കെ എങ്ങനെ സാധിക്കണം എന്നൊക്കെ അടിച്ചു. കാരണം ഇത് വീട്ടിൽ പോവല്ലേ. കാരണം നന്നായിട്ടേ, കാരണം എന്താണ് ഇതൊക്കെ അത് പറയാൻ എങ്ങനെ അംഗീകരിക്കാം? നമുക്ക് അത്ര ആവശ്യമുള്ളൂ. റഷീദ് മൗലവിയും വഹാബി പക്ഷത്തു നിന്നുള്ള ആളുകളും വ്യവസ്ഥ തയ്യാറാക്കിയതിനു ശേഷം പറയുന്ന കാര്യങ്ങളാണിത്. ഇത് കുരുവട്ടൂരി നൗഷാദിനെ പോലെ വഹാബികളോട് പണം വാങ്ങി പണിയെടുക്കാൻ വേണ്ടി വഹാബികൾ വിട്ടുതന്നതല്ല. നേരെ മറിച്ച് വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ചില നല്ല ആളുകളുണ്ട്. അവർക്ക് വഹാബിസത്തോട് താല്പര്യമില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നാട്ടിൽ നിൽക്കണമെങ്കിൽ ഇവരുടെ ആളായി നിന്നേ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ISIS-ന്റെ വക്താക്കളായതുകൊണ്ട് തന്നെ അവരെ നാടുകടത്തുകയോ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്തേക്കാം. ഈ ഭയം കൊണ്ടാണ് ഞങ്ങൾ വഹാബികളാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്ക് അവർ നിൽക്കുന്നത്. അവരാണ് ഞങ്ങൾക്കിതൊക്കെ ചോർത്തി തരുന്നത്. ഇത് വഹാബികൾക്കറിയില്ല. ഞങ്ങളിട്ട് അവരുടെ പേര് പറയാനും പോകുന്നില്ല. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? കാട്ടിച്ചാൽ പോലും കഴുകാത്ത മയ്യത്തുകളോടാണ് നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നത് എന്ന് നമുക്ക് സംവാദത്തിൽ പറയണമെന്നാണ് റഷീദ് മൗലവി കുറ്റിപ്പുറം പറയുന്നത്. അങ്ങനെയാണോ വാദം എഴുതിയിട്ടുള്ളത്? ഒരിക്കലുമല്ല. മരണപ്പെട്ടുപോയ മഹത്തുക്കളോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന് സുന്നികളും ശിർക്കാണെന്ന് വഹാബികളും. പിന്നെന്തിനാണ് വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഈ ചോദ്യം ചോദിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്? അവിടെ സുന്നികളെ പ്രകോപിതരാക്കണം. സ്വാഭാവികമായും ഈമാനുള്ള മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദരീങ്ങളും മുഹീദ്ദീൻ ശൈഖിനെ പോലെയുള്ള റിഫായി ശൈഖിനെ പോലെയുള്ള
മഹോന്നതന്മാരായ മഹത്തുക്കളും കാട്ടിച്ചാൽ കഴുകാത്തവരാണ്, നിന്ന് മൂത്രമൊഴിക്കുന്നവരാണ്, അത്രയും മോശക്കാരാണെന്ന് പറയുമ്പോൾ പ്രകോപിതരാകും. ഡെൻമാർക്ക് പത്രത്തിനെതിരെ പ്രതിഷേധിച്ചത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അതുപോലെ സംവാദം പൂർത്തീകരിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പോൾ പിന്നെ മരണപ്പെട്ടുപോയ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്നതിന് പ്രമാണമില്ലാതെ നാം കുടുങ്ങേണ്ടി വരില്ല. നേരെ മറിച്ച് സുന്നികൾ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സംവാദത്തിൽ നിന്ന് തടിയൂരാമെന്നായിരുന്നു ഇവരുടെ ധാരണ. ആ ചോദ്യം പ്രസക്തമാണ്. എങ്ങനെ നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുക, ഇത് നിങ്ങൾ പറഞ്ഞത് ശരിക്കല്ല, ആയിക്കോട്ടെ, നിങ്ങളെ വാദത്തിന് സമ്മതിച്ചു. ഇനി നിങ്ങളുടെ വാദമാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുണ്യം ഉണ്ടോ എന്ന് ചോദിക്കുക. മൂപ്പരയിൽ ചായസുന്നായിരിക്കും, ഒരു പുണ്യമില്ല. ഒരു സർവത്ത് കുടിച്ചിനായിരുന്നു, മോരുവെള്ളം കുടിച്ചിനായിരുന്നു, വെള്ളം കുടിച്ചാൽ മോരുവെള്ളം കുടിച്ചാൽ അങ്ങനെയാണ്. ഈ ഒളി അജണ്ടയായിരുന്നു വഹാബികൾ നടപ്പാക്കാൻ തീരുമാനിച്ചതെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു, റെക്കോർഡ് സഹിതം ഞങ്ങൾക്ക് വിട്ടുതന്നു. അവിടെ വാദമെഴുതിയത് കാട്ടിച്ചാൽ കഴുകാത്തവരോട് ഇസ്തിഗാസ നടത്താമെന്നാണോ, നിന്ന് മൂത്രമൊഴിക്കുന്നവരോട് ഇസ്തിഗാസ നടത്താമെന്നാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത മഹത്തുക്കളോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ ലംഘനമാണ് വഹാബികൾ നടത്താൻ തീരുമാനിച്ചത്. വഹാബികൾ എല്ലായിടത്തും വ്യവസ്ഥ ലംഘിക്കലാണ് പതിവ്. ആ ലംഘനം ഇവിടെയും നടത്തണമെന്നാണ് അവർ രഹസ്യമായി നിർദ്ദേശം കൊടുക്കുന്നത്. പോലും വിചാരിച്ച മാതിരിയൊക്കെ ഈ സംവാദ വ്യവസ്ഥയിൽ കിടന്ന് കുറെ കെട്ടിമറിയ ഒരു ഉദ്ദേശിച്ചത് സംഭവം നടത്തിയില്ല. നമുക്കിപ്പോ ഈ പരിപാടി അടക്കലുള്ള ആവശ്യം, അല്ലാതെ സംവാദത്തിപ്പോ കിടന്ന് കെട്ടിമറിയല്ലോ. ആരെ വ്യവസ്ഥ നോക്കണം? കേട്ടില്ലേ സഹോദരങ്ങളെ, വഹാബികൾ പറയുന്നത് വ്യവസ്ഥക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് തോന്നിയതുപോലെ ഒരു കാളപ്പൂട്ട് നടത്താം, അങ്ങനെ സുന്നികളെ തറപറ്റിക്കാം എന്നായിരുന്നു വഹാബികൾ തീരുമാനിച്ചതെങ്കിൽ അത് നടക്കാതെ പോയ സങ്കടത്തിലാണ് ഇപ്പോൾ വഹാബികൾ ഉള്ളത്. എന്നാൽ ഞാൻ വലിയ സുന്നിയാണെന്ന് പറയുന്ന ചേലേമ്പ്ര സംവാദത്തിന് ശേഷം വഹാബികളുമായി ഒരു സംവാദത്തിനോ ഒരു മുഖാമുഖത്തിനോ തയ്യാറാവാത്ത നൗഷാദ് കുരുവട്ടൂരി എന്ന് പറയുന്ന ഒരു മൗലവിയുണ്ട്. ആ മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സുന്നികളായ പ്രവർത്തകർ വളരെ ആവേശത്തോടെ മുജാഹിദുകളെ വിളിച്ചു വരുത്തുകയും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് സുന്നി ഉസ്താദുമാർ എന്ന് അവർ മനസ്സിലാക്കിയ പലരെയും വിളിച്ചു കൊണ്ടുവന്ന് വ്യവസ്ഥ ഒക്കെ എഴുതി, ആ വ്യവസ്ഥയിൽ കഴിഞ്ഞ ശനിയാഴ്ച 10 മണിക്ക് ഒരു വാദപ്രതിവാദം നടക്കേണ്ടിയിരുന്നു. പക്ഷേ 10 മണിക്ക് മുജാഹിദുകൾ എത്തി, സുന്നി എന്ന് പറയപ്പെടുന്ന ഇവർ വന്നില്ല. ഇതാണ് ഇതിന്റെ ആകത്തുക. മിനിയാന്നത്തെ സംഭവമാണ്. ലോക ചരിത്രത്തിൽ നിങ്ങളെ എവിടെ നോക്കിയിട്ടില്ല ഇക്കാര്യം. ഈ കുരുവട്ടൂരി നൗഷാദിനെ പരസ്യമായി ഞാൻ വെല്ലുവിളിക്കുന്നു. കുരുവട്ടൂരി നൗഷാദിന്റെ മുമ്പിൽ വരാൻ ഞാൻ തയ്യാറാണ്. നൗഷാദിന് കാണിക്കാൻ കഴിയുമോ കൊപ്പം സംവാദത്തിലെ വ്യവസ്ഥയിൽ 13-ാം തീയതി ശനിയാഴ്ച സംവാദം നടത്താമെന്ന് എഴുതി വെച്ചിട്ടുള്ളതായി നൗഷാദ് കാണിച്ചാൽ നൗഷാദ് പറയുന്ന പണി ഞാൻ എടുക്കും. നൗഷാദിന്റെ ചെരുപ്പെടുത്ത് ഞാൻ എന്റെ തലയിൽ വെക്കും. നൗഷാദേ, നിനക്ക് നിർദ്ദേശം തരുന്നത് കാലഘട്ടത്തിലെ മശായിഖന്മാരല്ല, ശൈത്വാനിന്റെ കൊമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളായ കേരളമുകാരും അതിൽ പ്രമുഖനായ ഹാഫിദ് കുരുവട്ടൂരിയുമാണ്. അതുകൊണ്ടാണ് നീ ഇപ്പോൾ വഷളായിട്ടുള്ളത്. നീ ശൈത്വാനിന്റെ വക്താക്കളുടെ മൈക്കയാണെന്ന് കരുതി എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ ഉളുപ്പും നാണവുമില്ലാത്ത ഒരു മൃഗമായി മാറിയതിൽ എനിക്ക് സങ്കടമുണ്ട് നൗഷാദെ. മൃഗമെന്ന് വിളിക്കാൻ പറ്റൂല, അതിനേക്കാൾ അതപ്പതിച്ചവനാണ് നീ. AP ഉസ്താദിനോടും പേരോട് ഉസ്താദിനോടും പൊന്മള ഉസ്താദിനോടും സുലൈമാൻ ഉസ്താദിനോടും താജുൽ ഉലമയോടുമുള്ള വെറുപ്പ് ഇങ്ങനെയാണോ നീ തീർക്കേണ്ടത്? അവ രണ്ടാളും കൂടി ചേർന്ന് ഒരു വ്യവസ്ഥ തയ്യാറാക്കും. വ്യവസ്ഥക്ക് ഇരുന്ന ഫോട്ടോ വേണമെങ്കിൽ അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യം വരികയാണെങ്കിൽ പിന്നീട്
വ്യവസ്ഥക്ക് ഇരുന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതിനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തോളൂ. ഉസ്താദുമാരും മുജാഹിദുകളൊക്കെ അപ്പുറത്തുണ്ട്, അവര് എടുത്ത ഫോട്ടോകളിൽ ഒന്ന്. ഇനി ആ പേജ് ഒന്ന് കാണിക്ക്, ഒപ്പിട്ട പേജ്. ആരൊക്കെയാണ് അതിൽ ഒപ്പിട്ടത് എന്ന്. കൊപ്പത്ത് സംസാരിക്കാൻ വേണ്ടി വഹാബികളോട് മാറ്റർ വാങ്ങി ആ മാറ്ററിനുള്ളിൽ നിനക്ക് കിട്ടേണ്ട തുകയും തിരികെ കയറ്റി അത് കീശയിലിടുകയും ആ മാറ്റർ അനുസരിച്ച് സംസാരിക്കുകയുമാണല്ലോ നീ ചെയ്യുന്നത്. ആരെങ്കിലും പറഞ്ഞോ സംവാദത്തിന് സുന്നികൾ തയ്യാറായിട്ടില്ല എന്ന്? ആരെങ്കിലും പറഞ്ഞോ വ്യവസ്ഥക്ക് ഇരുന്നിട്ടില്ല എന്ന്? പിന്നെ എന്തിനാണ് നീ ആ ഫോട്ടോ കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തിനാണ് നിന്റെ അടുക്കൽ വഹാബികൾ തന്ന വീഡിയോ ഉണ്ട് എന്ന് നീ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കരാർ എഴുതി ഒപ്പുവെച്ചത് ഷാഹിദ് അഹ്സനി. അദ്ദേഹം ഓൺലൈനിലൊക്കെ വഹാബികളുമായിട്ട് വാദപ്രതിവാദമൊക്കെ നടത്തുന്ന ആളാണെന്നാണ് പറഞ്ഞത്. സംഘടനയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വരാൻ പറ്റിയ ഒരാളാണ് ഷാഹിദ് അഹ്സനി. ഓൺലൈനിലൂടെ സംസാരിക്കുന്നയാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയൊന്നുമില്ല. അവിടെ നിന്ന് 2 സെക്കൻഡേ കഴിഞ്ഞിട്ടുള്ളൂ ഔദ്യോഗികമായിട്ട് സമസ്തയുടെ വക്താവായി വരാൻ പറ്റുന്നയാളാണെന്നാണ് നൗഷാദ് പറയുന്നത്. ശൈത്താന്റെ കൊമ്പിന്റെ നിർദ്ദേശമായിരിക്കും അല്ലേ? ഞാൻ മാറ്റണ്ടെങ്കിൽ പറയാ, നിങ്ങൾക്ക് എവിടുന്ന് അത് കിട്ടിയെന്നൊന്നും ചോദിക്കണ്ട, സംഗതി അതാണോ അല്ലേ എന്ന് മാത്രം. ഏയ്, ഞങ്ങളത് ചോദിക്കാൻ വരൂല. കാരണം നിന്നെ പോലെ ഒരു പൊട്ടനല്ല നൗഷാദെ ഞങ്ങൾ. നിനക്ക് വഹാബികളിൽ നിന്ന് കിട്ടിയതാണെന്ന് വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കൊപ്പം സംവാദം കൊളമാക്കാൻ വേണ്ടി നീയുമായി വഹാബികൾ സംസാരിക്കുന്നത് നേരിട്ട് കണ്ട ആളുകളുണ്ട്. ആ വോയിസും ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഞങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. കൊപ്പം സംവാദം കൊളമാക്കാൻ വേണ്ടി നീ സംസാരിച്ചിട്ടില്ല. കൊപ്പം സംവാദത്തിലെ രേഖകൾ വഹാബികൾ നിനക്ക് കൈമാറിയിട്ടില്ല എന്ന് പറയാൻ കുരുവട്ടൂരി നൗഷാദെ നീ ആളായി പറഞ്ഞവനാണെങ്കിൽ, ആണും പെണ്ണും കെട്ടവനല്ലെങ്കിൽ നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? സുന്നികളെ തകർക്കാൻ വേണ്ടി വഹാബികളുമായി കൂട്ടുചേർന്ന് തോന്നിവാസം കളിച്ച് സുന്നിയാണെന്ന് പറയാൻ നാണമില്ലേ നൗഷാദ് നിനക്ക്? ഓന്റെ ഒരു മാറ്ററാ ശംസുൽ ഉലമക്ക് എന്ത് പേച്ചു? നിനക്ക് പേച്ചതിന്, നീ സുന്നികളെ തമ്മിലടിപ്പിക്കുന്നതിന്, സുന്നികളെ തകർക്കാൻ വേണ്ടി വഹാബികളുമായി കുതന്ത്രങ്ങൾ മെനയുന്നതിന് മറുപടി പറയാനുള്ളവരാണോ സുന്നി നേതാക്കന്മാർ? ഒപ്പം പരിസരത്തുള്ള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രതിനിധി എന്ന് പറയപ്പെടുന്ന ഒരു മുസ്തഫ ദാരിമി, അദ്ദേഹം വ്യാഴാഴ്ച ഒരു കുറിപ്പ് പുറത്തിറക്കി. അതോടുകൂടിയാണ് വാദപ്രതിവാദത്തിൽ ഏറ്റ ആളുകൾക്ക്, സുന്നി എന്ന് പറഞ്ഞ് ഏറ്റ ടീമുണ്ടല്ലോ, അവർക്കൊക്കെ ദാരിമി ഉസ്താദ് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചതുകൊണ്ട് കൊപ്പം സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയ പണ്ഡിതന്മാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഉണ്ടായതായി നീയും അനസും തമ്മിൽ ഒത്തുകളിച്ചു വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്താണ് അദ്ദേഹം എഴുതിയത്? ആ കുറിപ്പ് അനസ് മൗലവി തന്നെ വായിക്കുന്നുണ്ട്. ഒക്കെ തന്നെ മുസ്തഫ ദാരിമി വിളയൂർ സമസ്ത സെക്രട്ടറി അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമ കൊപ്പം മേഖലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ പുറത്തു വന്നിട്ടുള്ള ഒരു കുറിപ്പ്. ആ കുറിപ്പിൽ പറയുന്നത് AP വിഭാഗവുമായി ശനിയാഴ്ച കൊപ്പത്ത് നടക്കുമെന്ന് മുജാഹിദുകൾ, ഏത് വിഭാഗമാണെന്ന് വ്യക്തമല്ലെന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. എന്നിട്ട് പ്രചരിപ്പിക്കുന്ന സംവാദത്തെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൊപ്പം മേഖലാ കമ്മിറ്റിക്കോ കീഴ്ഘടകങ്ങളായ കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കമ്മിറ്റികൾക്കോ ഒരറിവുമില്ലെന്ന് അനസ് തന്നെ വായിച്ചല്ലോ. നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നും പറയല്ല. അതുകൊണ്ട് തന്നെ അനസ് മൗലവി അയാളുടെ കുറിപ്പ് അറിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ദാരിമി ഉസ്താദ് അത് അറിയിച്ചിട്ടുള്ളത്. സംവാദ വ്യവസ്ഥയിൽ പങ്കെടുത്ത പ്രമുഖനായ അബ്ദുൾ റഷീദിന്റെ കൈകളിലൂടെ വിട്ടിട്ടുള്ള സമസ്ത മുജാഹിദ് സംവാദം എന്ന പോസ്റ്ററാണ് ദാരിമി ഉസ്താദിന്റെ കയ്യിൽ കിട്ടുന്നത്. സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് അറിവില്ലാത്ത ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. നിന്നെ പോലെയുള്ള കുരുവട്ടൂരികൾ
പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയിട്ട് അത് സമസ്തയുടെ പേരിൽ കെട്ടിവെക്കുന്ന ഒരു പതിവ് വഹാബികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലത്തെ ആളുകൾ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കാൻ സമസ്തയെ പോലത്തെ ഉത്തരവാദിത്തമുള്ള സംഘടനക്ക് അങ്ങനെ ഒരു അറിയിപ്പ് നൽകൽ അനിവാര്യമാണ്. ഇനി വഹാബികൾ തന്നെ പറയട്ടെ, സമസ്തക്ക് കൊപ്പം സംവാദവുമായി വല്ല പങ്കുമുണ്ടോ എന്ന്. എന്തിന് ഞാനുണ്ട്, പിന്നെ നമ്മുടെ കുത്തിപ്പത്ത് റഷീദ് പറഞ്ഞ ഹുസൈനുണ്ട്, ഈ മജീദുണ്ട്. ഹംസമാഷ വിളിച്ചിട്ടാ പോയി നല്ലത്. ഹംസമാഷ അറിയിച്ചിട്ട് തന്നെ പോയത്. ഹംസമാഷ അറിയിച്ചിട്ടാണ് പോയിക്കണത്. ഹംസമാഷ സമ്മതം തന്നിട്ടില്ല. ഹംസമാഷ അറിയിച്ചിട്ടാ പോയിക്കണത്. ഔദ്യോഗികമായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടല്ല, ഔദ്യോഗികമായിട്ടല്ല, വ്യക്തിപരമായി അങ്ങനെ പറഞ്ഞാൽ മതി. വ്യക്തിപരമായിട്ടുള്ള ഇതാണ്, അല്ല ഔദ്യോഗികമായിട്ട് ലെറ്റർ പേഡ് അത് ഞാൻ പറയുന്നത്. വ്യക്തിപരമായ ചർച്ച. ഹലോ അലൈക്കുസ്സലാം. ഞാൻ നിങ്ങളെ വിളിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളിത് പിന്നെ വ്യക്തിപരമായിട്ട് ചർച്ചക്ക് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ കുറെ അവർ വിളിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ മാഷോട് ചോദിച്ചു. അപ്പൊ നിങ്ങള് വ്യക്തിപരമായിട്ട് ചെയ്ത സംഘടന ബേസിലല്ല, നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ സംഘടനപരമായിട്ട് ഞങ്ങൾ സമ്മതം തരില്ല എന്ന് പറഞ്ഞു. അതെ ഇത് വ്യക്തിപരമായിട്ട് ഒരു ലേബിൽ അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവരും അങ്ങനെ തന്നെയാണ്. SYSകാരും ഓലും പിന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു കുറച്ച് ആളുകളുടെ അവരും പിന്നെ SYS ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാന്നാ പറഞ്ഞു. നമ്മൾ പോലും എല്ലാന്ന് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ആ വീഡിയോ ഉണ്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ, അവരുടെ സംഘടനയുമായോ സുന്നികളുടെ സംഘടനയുമായോ ഈ സംവാദത്തിന് യാതൊരു ബന്ധവുമില്ല. അത് തന്നെയാണ് ദാരിമി ഉസ്താദും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വഹാബികൾ അതിനെതിരായി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. സമസ്തയുടെ നേതൃത്വത്തിലാണ്, സമസ്തയാണ് ഈ സംവാദം നടത്തുന്നത് എന്ന്. അതുകൊണ്ടാണ് സുന്നി പ്രവർത്തകർ അവിടെ സംവാദത്തിന് പോവാതിരുന്നത്. കാരണം സമസ്തയുടെ പേരിൽ അവർക്ക് പോകാൻ പാടില്ല. അവർ സമസ്തയോട് അനുവാദം ചോദിച്ചിട്ടുമില്ല. ആ സംഘടനയിൽ പെട്ടയാളാണെന്ന് കരുതി അവരുടെ അനുവാദമില്ലാതെ ഔദ്യോഗികമായി സംഘടനയുടെ പേരിൽ ആർക്കും ഒരു പരിപാടിയും നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സംവാദം നടക്കാതിരിക്കാൻ വേണ്ടി വഹാബികൾ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ആ കുതന്ത്രം കാരണം സുന്നി പ്രവർത്തകർക്ക് അവിടെ സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം പറഞ്ഞതാ ബഹുരസം. സുന്നി മുജാഹിദ് സംവാദം എന്നാണ് ഞങ്ങൾ എഴുതിയിരുന്നത്. ഏതോ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടപ്പോ സമസ്ത മുജാഹിദ് സംവാദം എന്നായി പോയാലും അതാണ് വ്യവസ്ഥ ലംഘനം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സമസ്ത എന്ന് പറയാപ്പോ ഞങ്ങൾ ഈ വിഷയം തുടങ്ങിയപ്പോ ഒരു പേടിയായോ? വഹാബികളോട് പണം വാങ്ങി വിഴുങ്ങി കളവും പറഞ്ഞ് നടക്കുന്ന നിന്നെ ആർക്ക് പേടിയുണ്ടോ? ഒരു പുൽക്കൊടിയോടുള്ള ഭയം പോലും നിന്നോട് ഞങ്ങൾക്കില്ല. നീ തുറന്നു പറയണം. ചമ്മാട് പരിപാടി നടത്തുന്നുണ്ടല്ലോ, തുറന്നു പറയണം. മൂത്രവിച്ചാൽ കഴുകാത്തവരും കാട്ടിച്ചാൽ കഴുകാത്തവരും മുസ്ലിങ്ങളുമല്ലാത്തവരുമാണ് ബദരീങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മറ്റു സ്വഹാബാക്കൾ, മറ്റു മഹാന്മാർ എന്നാണ് വഹാബികൾ അവിടെ പറയാൻ തീരുമാനിച്ചത്. അവരോട് സഹായം ചോദിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്നാണ് അവരവിടെ പറഞ്ഞുകൊണ്ട് സംവാദം കൊളവാക്കാൻ തീരുമാനിച്ചത്. നിനക്കതിനോട് യോജിപ്പുണ്ടോ? അത് തിരുത്തപ്പെടാതെ സംവാദത്തിന് പോകണമെന്നാണോ നീ പറയുന്നത്? സമസ്ത എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്ത് സ്ഥിരീകരിക്കാൻ ഉണ്ടാക്കിയ ടീമാണ് എന്ന നിലക്കായിരിക്കാം ഏതോ ആൾ എഴുതിയതാണെന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ എഴുതിയത് കൊണ്ട് ഡേറ്റ് നിശ്ചയിച്ച ഒരു വാദപ്രതിവാദം മുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ മുന്നിൽ പറയാൻ പറ്റുമോ ചങ്ങായിമാരെ? തീർച്ചയായും പറയാൻ പറ്റും ചങ്ങാതി. സുന്നി മുജാഹിദ് സംവാദം മാത്രവുമല്ല, ഐഡിയൽ ഇസ്ലാമിക് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ലെറ്റർ ഹെഡ് കൊടുത്തത്. ആ സംഘടനയുടെ പേര് പറയാതെ സുന്നി മുജാഹിദ് സംവാദം എന്ന് പറയാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയും സംഘടനാ നേതാക്കന്മാരെയും അവഹേളിച്ചാൽ അതിന്റെ അനുയായികൾക്ക് പോകാൻ പറ്റുമോ? തലച്ചോറ് കുരുവട്ടൂരി ഹാഫിലിന് പണയം വെച്ചു എന്ത് വിവരക്കേട് വിളിച്ചു പറയാനും യാതൊരു ഉറപ്പുമില്ലല്ലോ.
എന്തെങ്കിലും ഒരു മദത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ടീമിനെങ്കിലും അയക്കേണ്ടിയിരുന്നു അങ്ങോട്ട്. അല്ലെങ്കിൽ ആ പണിക്ക് ആദ്യം തന്നെ പോകരുത്, ആദ്യം തന്നെ പോകാതിരിക്കേണ്ടി. ഇന്നലെ വന്നിട്ട് ഒരാൾ വെല്ലുവിളി ഏറ്റെടുക്കും, പൂരം കഴിഞ്ഞിട്ട് വെടിവെട്ടിക്ക. ഓലാടെ വന്ന് കുത്തിരുന്ന് വരി എവിടെ നിങ്ങള് 10 മണി മുതൽ 12 മണി വരെ ഇരുന്ന് ഒരു കുട്ടിയും വരാനില്ല. മുജാഹിദുകൾ എഴുന്നേറ്റ് പോയി. ഒക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള പറയാം ഞാൻ. കേട്ടില്ലേ സഹോദരങ്ങളെ, നൗഷാദ് പറയുന്ന മറ്റൊരു വിവരക്കേടാണ്. പൂരം കഴിഞ്ഞപ്പോഴാണ് വെടിപൊട്ടിച്ചത്. ആര്? അസീസ് സഖാഫി വാളക്കുളം. യഥാർത്ഥത്തിൽ പൂരം കഴിഞ്ഞപ്പോഴാണോ വെടിപൊട്ടിച്ചത്? അത് അനസ് തന്നെ പറയട്ടെ, കേൾക്കാം നമുക്ക്. ചർച്ചക്ക് വരട്ടെ. ഈ വിഷയത്തിൽ അവർ സംവാദത്തിന് റെഡിയാണ്. കേട്ടില്ലേ? അനസ് വെല്ലുവിളിച്ചു, വാളക്കുളം ഉസ്താദ് ഏറ്റെടുത്തു. എന്നിട്ടോ ഇന്ന വിഷയത്തിലാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ വിഷയം നിങ്ങളൊന്ന് കാണുക. ചേലേമ്പ്ര സംവാദത്തിന് ശേഷമുണ്ടായ വിവാദങ്ങൾ, കത്തിയാളുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങൾ നിങ്ങളെ മുന്നിൽ കിട്ടിയിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ ഈ വിഷയത്തിലാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. വഹാബി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് വെല്ലുവിളിച്ചപ്പോൾ സുന്നി പ്രസ്ഥാനത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതൻ ആ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അനസിന്റെ ധൈര്യം ചോർന്നു പോയി. എന്നാൽ വഹാബികളോട് പണം വാങ്ങിയ നൗഷാദ് കുരുവട്ടൂര് പറയുന്നത് പൂരം കഴിഞ്ഞപ്പോഴാണ് വാളക്കുളം ഉസ്താദ് വെടിപൊട്ടിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ പൂരം കഴിഞ്ഞപ്പോൾ വെടിപൊട്ടിച്ചത് നൗഷാദ് കുരുവട്ടൂരിയാണ്. ഇന്ന് ഹയാത്തിലുള്ള ഞങ്ങളുടെ മശായിഖന്മാരടക്കം അവരോട് എല്ലാ വിഷയത്തിലും ഇസ്തിഗാസ ചെയ്യണം. അതേറ്റവും പുണ്യകരമാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ആ വിശ്വാസം തെളിയിക്കാൻ എല്ലാ ഗ്രൂപ്പുകളിലെയും മുജാഹിദുകളെ ഞങ്ങൾ വിളിക്കുകയാണ്. ധൈര്യം 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ആരെ പൊട്ടീസാക്കാൻ അനസ് മൗലവി വെല്ലുവിളിച്ച ഉടനെ തന്നെ വാളക്കുളം ഉസ്താദ് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തത് അനസ് മൗലവി അറിഞ്ഞു. അനസ് ഉടനെ തന്നെ സംവാദ പ്രഖ്യാപനത്തിന്റെ നോട്ടീസ് പുറത്തുവിട്ടതിന് ശേഷമാണ് ഞാനുണ്ട് സംവാദത്തിന് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് നൗഷാദ്. യഥാർത്ഥത്തിൽ പൂരം കഴിഞ്ഞതിന് ശേഷം വെടിവെച്ചത് നൗഷാദ് കുരുവട്ടൂരിയാണ്. ഇനിയെങ്കിലും തന്റെ തല നെല്ലിക്കാ തളമിട്ടാൽ ചിലപ്പോ നേരെയാകുമെന്ന് തോന്നുന്നു. ഒന്ന് പരീക്ഷിക്കല് നല്ലതായിരിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.